നമസ്കാരം, രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. നേന്ത്രപ്പഴവും റവയും ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. ഒരു അസല് ടേസ്റ്റാണ്, ഒട്ടും പണിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നോക്കാം അല്ലേ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. പഴുത്ത പഴം വേണം, നന്നായിട്ട് പഴുക്കണമെന്നൊന്നുമില്ല, ഒരു വലിയ പഴം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റവ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ് കേട്ടോ. ചൂടാക്കിയിട്ടോ ചൂടാക്കാതെയൊക്കെ ഉപയോഗിക്കാം. പിന്നെ പഞ്ചസാര അതുപോലെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോളം, അത്രയും മതി. പിന്നെ നെയ്യ് കൂടെ വേണം കേട്ടോ. നെയ്യ് നമ്മൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് പഴമൊക്കെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യുക പറഞ്ഞാൽ ഒരുപാട് ചെറുതാവേണ്ട, ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്, അതൊരു 3 എണ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എടുത്ത ആ ഒരു പഴം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതായത് ഒന്ന് വെന്ത് ഉടയുന്ന ആ ഒരു രീതിയിൽ വാട്ടിയെടുക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, നല്ല പഴുത്ത പഴം ആവണമെന്നില്ല, എന്നാൽ വളരെ പഴുപ്പ് കുറയാനും പാടില്ല. ആ ഒരു മീഡിയം ആ പാകത്തിലുള്ള പഴമായിരിക്കും ഇതിനെപ്പോഴായാലും നന്നാവുക. അപ്പം നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴമൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ ആയിട്ട് വരണം. അപ്പോൾ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ, അതായത് അടുക്കി പിടിക്കുന്നുണ്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ റവ ഒന്ന് ചൂടായിട്ട്, നമ്മൾ സാധാരണ എന്താ പറയുക, ഒന്ന് മൂത്ത് വരിക എന്ന് പറയില്ലേ, ആ ഒരു പരുവത്തിലായി വരണം. അതായത് നമ്മൾ ഇത് ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അപ്പം ആ നെയ്യിൽ കിടന്നിട്ടൊന്ന് വരണം, അതിൻ്റെ ആ പച്ച കുത്തും ഒക്കെ ഒന്ന് മാറണം. അപ്പം അതുവരെ ഒന്ന് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പം തന്നെ നമ്മൾ ഏലക്ക പൊടിച്ചത് ഉണ്ടായിരുന്നല്ലോ, അപ്പം അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വരണം. ആ ഉരുക്കി വരുമ്പോൾ തന്നെ റവയും ഉണ്ടല്ലോ, അപ്പം റവ ചൂടായിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ പഞ്ചസാരയുടെ കൂടെയൊക്കെ ചേർന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് വരും. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴവും കുറച്ചൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ചൂടാണ്. ഇനി നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ വേണ്ടി പോവാണ്. ഒന്ന് ചൂട് വിട്ടതിന് ശേഷം നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഒരു വ്യത്യാസം എന്നുള്ളത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ഈ ഒരു മിക്സ്ചർ അതായത് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടെക്സ്ചർ വേറെ ആയിരിക്കും. അതായത് ചെറിയ ചൂടിൽ, അതായത് കുറച്ച് ചൂടിൽ നമ്മൾ ഉരുട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ റവയും പഞ്ചസാരയും കൂടെ ചേർന്നിട്ട് ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും. പക്ഷേ എന്താ പറയുക, ടേസ്റ്റ് നല്ലത് തന്നെയാണ്. അങ്ങനെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ ആ ഒരു മധുരവും ആ ഒരു ഇതുണ്ടല്ലോ, സോഫ്റ്റ്നെസ്സും അതിൻ്റെ കൂടെ ഇടയ്ക്ക് ആ റവയും പഞ്ചസാരയും ചേർന്നിട്ട് ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഷേപ്പൊന്നും ആക്കിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും സ്പൂണിൽ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ അവലോസ് പൊടിയൊക്കെ കഴിക്കൂലേ, അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.